So ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഇതുപോലെ 3D ബുക്ക് അല്ലെങ്കിൽ മോക്കപ്പ് ബുക്ക് കവർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അത് മൊബൈൽ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ്, ഫസ്റ്റ് നിങ്ങളൊരു കവർ ഇമേജ് സെറ്റ് ചെയ്തെടുക്കണം. അതായത് നിങ്ങളുടെ കണ്ടന്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ളൊരു കവർ ഇമേജ് നിങ്ങൾ തന്നെ സ്വന്തം നിങ്ങളുടെ ഐഡിയക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ലൈക്ക് നിങ്ങളൊരു പ്രൊഡക്റ്റിൻ്റെ ആഡായിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ബുക്കിൻ്റെ കവർ തന്നെ ആയിരിക്കാം. സോ നിങ്ങളുടെ ഐഡിയക്ക് തന്നെ ഒരു കവർ ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പ്രിസെറ്റ് പാക്കിൻ്റെ ഒരു 3D ബുക്കാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിസെറ്റ് പാക്കിൻ്റെ അകത്തുള്ള ആ ഒരു പ്രിസെറ്റിൻ്റെ എല്ലാ ഇമേജും എനിക്ക് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കണം. സോ ഞാനിവിടെ ഗ്രിഡ് ആർട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു ഗ്രിഡ് ഫോട്ടോ അല്ലെങ്കിൽ കോളേജ് സ്റ്റൈൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. സോ ഈ ഒരു ആപ്പിൻ്റെ അകത്ത് ഒരുപാട് അധികം ലേഔട്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിക്സ് ആർട്ടോ അല്ലെങ്കിൽ വേറെ ഏത് ആപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓപ്പൺ ദ ആപ്പ് ആൻഡ് നിങ്ങൾക്ക് അവിടെ കോളേജ് എന്നൊരു ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഇമേജസ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഇമേജാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് ഫുൾ അതിനകത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റേഷ്യോ സെറ്റ് ചെയ്യണം. അതായത് നിങ്ങളൊരു നോട്ട്ബുക്കിൻ്റെ രീതിയിലുള്ളൊരു കവർ ഇമേജാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈസ് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇമേജും സെറ്റ് ചെയ്തിടണം. അതുകൊണ്ട് നിങ്ങൾ റേഷ്യോ ഓപ്ഷനിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കസ്റ്റമൈസ് ആയിട്ട് കുറേ റേഷ്യോസ് കാണാൻ കഴിയും. അതിനകത്ത് ഏറ്റവും ലാസ്റ്റിൽ A4 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് A4 എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു റേഷ്യോ സെറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിക്ക് ബോർഡേഴ്സ് കൊടുക്കാം, അതിൽ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം. സോ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഇമേജ് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. അതായത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച കവർ ഇമേജ് നമുക്ക് 3D ലുക്കിലേക്ക് മാറ്റണം. അതിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് dybookcovers.com എന്നൊരു വെബ്സൈറ്റ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഒരുപാട് ഇന്നും ടെംപ്ലേറ്റ്സ് കാണാൻ കഴിയും. ഫോണിൻ്റെ അതുപോലെ ബുക്കിൻ്റെ ഒക്കെ ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ നെക്സ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു കവർ ഇമേജ് ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് അവിടെ ഒരു ബ്രൗസ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് ആ ബ്രൗസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു കവർ ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ ബോക്സിൽ നിങ്ങൾക്ക് അപ്ലോഡ് എന്നൊരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഇമേജ് അതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ആവുന്നത് കാണാൻ കഴിയും. അപ്ലോഡ് ആവുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് താഴത്തെ ഒരു ഇമേജ് കൊടുക്കണം. താഴത്തെ ആ ഒരു ബുക്കിൻ്റെ 3D സൈഡ്, അതായത് ബ്ലാക്ക് സൈഡ് നമുക്ക് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യണം. ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ബ്ലാക്ക് ഇമേജ് ആണ്, അതിൻ്റെ ലെങ്ത്തിലുള്ളൊരു ബ്ലാക്ക് ഇമേജ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഇമേജ്. അതിനുശേഷം വീണ്ടും ഒരു അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് രണ്ടും ഒന്ന് അപ്ലോഡ് ആകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ട് ഇമേജസും ഇവിടെ അതിനകത്തേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് PNG ഫോർമാറ്റിലും അതിൽ JPG ഫോർമാറ്റിലും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് PNGയിലായിരിക്കും. PNG ഡൗൺലോഡ് ചെയ്താൽ എനിക്ക് വേണ്ട പോലെ അതിനെ വീണ്ടും മോഡിഫൈ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് PNG എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് ഡൗൺലോഡ് ആകുന്ന ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിക്സൽ ലാബോ അല്ലെങ്കിൽ പിക്സ് ആർട്ടോ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഐഡിയക്ക് ആ ഒരു കവർ ഇമേജ് സെറ്റ് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ്, പെയ്ഡ് എത്ര പൈസയാണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, DNG ഫോർമാറ്റ് ഉണ്ടോ, XMP ഫോർമാറ്റ് ഉണ്ടോ, എത്ര പ്രിസെറ്റ്സ് ഉണ്ട്, നിങ്ങളെ കണ്ടന്റ് എന്താണോ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചു തരാം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈൻ കൂടി എനേബിൾ വെച്ചാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.